മെഗാസ്റ്റാർ മമ്മൂട്ടി, നമ്മുടെ മമ്മൂക്ക. ടർബോ സിനിമയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പേ ഏറ്റവും ആദ്യം നമ്മുടെ മമ്മൂക്കയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, പുള്ളിക്ക് 73 വയസ്സായിടേ. 73 വയസ്സ്. പുള്ളിയുടെ പ്രായത്തെക്കുറിച്ചിട്ടൊക്കെ എല്ലാവരും സംസാരിക്കാറുള്ളത് തന്നെയാണ്. അതിൽ പുതുമയൊന്നുമില്ല. ക്ലീഷേ പരിപാടിയാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് അത് മെൻഷൻ ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല. പുള്ളിക്കിനി എന്താണ് തെളിയിക്കാനുള്ളത്? ഒന്നും ഇനി പ്രത്യേകിച്ച് പുതിയതായിട്ട് തെളിയിക്കാനൊന്നുമില്ല. എല്ലാം തെളിയിച്ചതാണ്. എന്താണ് മമ്മൂക്ക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് കൃത്യമായൊരു ധാരണയുണ്ട്, നമ്മൾ പ്രേക്ഷകർക്ക്. പക്ഷെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ വ്യത്യസ്തമായ സിനിമകളുടെയൊക്കെ ഭാഗമായി നടക്കുകയാണ്. ഭാഗമാവുന്നു എന്നുള്ളതല്ല, ഭാഗമാവാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കുന്നു, താല്പര്യം കാണിക്കുന്നു, ആക്രാന്തം കാണിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയണം. വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ശ്രമിക്കുന്നു, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാൻ മമ്മൂട്ടി ഫാനാണ്. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുള്ളിയൊക്കെ ഒരു അത്ഭുതം. സ്ക്രീനിലൊക്കെ പുള്ളിയെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും അഭിമാനമൊക്കെ തോന്നും. കാര്യം എങ്ങനെയാണ് ഇങ്ങനെ ലൈം ലൈറ്റിൽ ഇത്രയും സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നത്? എങ്ങനെ ഒരാൾക്ക് ഇത്രയും താല്പര്യമൊക്കെ ഒരു പ്രൊഫഷനോട് ഉണ്ടാവുന്നതെന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മടുക്കണില്ല. വേണമെങ്കിൽ തോന്നാം, ലൈക്ക് ഇപ്പോൾ കുറച്ച് റിട്ടയറൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാം, ഏതെങ്കിലുമൊക്കെ പടമൊക്കെ ചെയ്ത് ഇങ്ങനെ പോയാൽ മതി ചെറിയ രീതിയിൽ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം കേട്ടോ. പക്ഷേ പുള്ളി അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇപ്പോഴും കൂടുതൽ അതിലേക്ക് അഡിക്റ്റായിട്ട് അത്രയ്ക്ക് ഇൻവോൾവ്മെൻറ്റ് കാണിച്ച് വ്യത്യസ്തതയിലേക്ക് ഇങ്ങനെ നോക്കി പോവുകയാണ്. അത് മാത്രമല്ലാതെ അവർ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനിയും തുടങ്ങി. ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ നിരനിരാന്ന് പറഞ്ഞ് പടം പിടിക്കുന്ന പരിപാടികളൊന്നും ഇല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ അത്രയും സെലക്റ്റീവായിട്ടാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഇങ്ങനെ ആവുന്ന സമയത്ത് എന്താണ് ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രേക്ഷകർക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന നടനോടൊരു വല്ലാത്ത വിശ്വാസം തോന്നും. ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് വരുന്നൊരു സിനിമ എന്നുള്ള രീതിയിലുള്ളൊരു വിശ്വാസവും നമുക്ക് തോന്നും. ഞാൻ പറയുന്നത് ഈ ഫാനിസം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ചളിവാരി എറിയുന്ന ടീമുകളെ കുറിച്ചിട്ടല്ല. അല്ലാത്ത ന്യൂട്രൽ സിനിമ ഇഷ്ടപ്പെടുന്ന, എല്ലാ നടന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ മമ്മൂട്ടി എന്ന് പറയുന്ന നടനോടോ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ കമ്പനിയോടും ഒക്കെ ഒരു വിശ്വാസം തോന്നും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇതേ രീതിയിലൊക്കെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി കമ്പനിക്കും ഒക്കെ പറ്റട്ടെ. ആ ഒരു വ്യത്യസ്തതയൊക്കെ പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ. ഇനി നമുക്ക് ടർബോനെ കുറിച്ചിട്ട് സംസാരിക്കാം. ടർബോ ആക്ച്വലി ഒരു പക്ക കൊമേഴ്ഷ്യൽ ഫിലിമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കോമഡി ആക്ഷൻ ജോൺറയിൽ പെട്ടൊരു പരിപാടിയായിട്ടാണ് വന്നത്. ഞാൻ ട്രെയിലർ റിയാക്ഷൻ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ജോൺറയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സംഗതി പാളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തമായിട്ട് അങ്ങ് അടിച്ച് വെണ്ണീറാവും. ഭയങ്കര ട്രോളുകളും പരിപാടികളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്, ഡേഞ്ചറസ് ആയ ഒരു ഏരിയയാണ് ഈ കോമഡി ആക്ഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇത് പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലിൽ കിടന്നിട്ട് അങ്ങോട്ട് കത്തും. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പാകത്തിനായിരുന്നു, ഒന്നും ഓവറാക്കിയിട്ടില്ല. ഈ തമാശ എന്ന് പറയുമ്പോൾ തമാശ അതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. ഹ്യൂമർ പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ചിട്ട് അവസാനം വരെ അങ്ങനെ ഒരു സെറ്റപ്പ് അല്ല ഇതിൻ്റെ അകത്ത്. ലൈക്ക് ഈ ഹ്യൂമറിൻ്റെ കേസിലൊക്കെ അവർ ഇൻറ്റൻഷനലി ഒരു ലിമിറ്റ് കീപ്പ് ചെയ്തതായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. അതേതായാലും നന്നായി, അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഹ്യൂമറിന് വേണ്ടിയിട്ട് അടിച്ച് കലക്കിയിട്ട് അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോറാവുന്ന മാത്രമല്ല, അത് ഒരു തരത്തിലും വർക്കാവില്ല, പ്രേക്ഷകനെ മടുപ്പിച്ച് കളയും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു കോമഡി ആക്ഷൻ ജോൺറയിൽ വരുന്നൊരു സിനിമയ്ക്കുള്ളൊരു പ്രശ്നമാണ്, റിസ്ക്കാണ്. അത് വർക്കാക്കി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. അത് ഈ കോമഡിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും എക്സ്ട്രീമായ പാടും, ഈ ഫൈറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ പാടും. അപ്പോൾ
ഇവിടെ ഫൈറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ അവർ എടുത്തു വെച്ചതായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. ഇപ്പോൾ മമ്മൂക്ക, ഇത് മേ ബി എനിക്ക് അറിയില്ല, ഞാനൊരു മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണോ മമ്മൂട്ടി ചെയ്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 73 വയസ്സിലും പുള്ളി എന്തോരം എഫേർട്ട് ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, എന്ത് ഭംഗിയിലാണ് മൂപ്പര് ഇത് ചെയ്യുന്നത്. സോ എനിക്ക് ഫൈറ്റ് സീക്വൻസുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ ഫൈറ്റ് അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തൊരു ചേസിങ് സീക്വൻസ് ഉണ്ട്. ആ ചേസിങ് സീക്വൻസിൽ എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജോസേട്ടൻ്റെ പുറകെ വെട്രിവേൽ ഷൺമുഖൻ്റെ ആൾക്കാരൊക്കെ കൂടി അങ്ങ് വെച്ച് പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ തുരുതുരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് ജോസേട്ടൻ്റെ പുറകെ. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ 2 കാറുകൾ പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മമ്മൂക്ക വണ്ടി തിരിച്ച് നിർത്തുന്ന ഒരു സീനുണ്ട്. ആ സീൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് നല്ല രസമായിട്ട് അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ റഫായിട്ടാണ് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. നമ്മളങ്ങനെ പ്ലോട്ടിംഗ് ഒന്നും ഇല്ലാതെ കേട്ടാണ് നമ്മുടെ ഒരു റിവ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം പറച്ചിൽ എന്ന് പറയുന്നത്. സോ കഥയൊന്നും ഫുള്ളായി പറയാൻ പറ്റില്ല, സീനുകൾ നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ പോലും എല്ലാം ഒന്നും നമുക്ക് തുറന്നു പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം അല്ലാതെ അത് ആ സിനിമയെക്കുറിച്ചിട്ട് ആ കഥയെക്കുറിച്ചിട്ട് എല്ലാം കൂടി നമ്മൾ സിനിമ കാണാത്ത ആൾക്കാരുടെ മുമ്പിലേക്കും കൂടിയും പറഞ്ഞു കൊടുത്തതിന് തുല്യമായി പോകും. സോ അതിലേക്ക് ഞാൻ നിൽക്കുന്നില്ല. ചെറിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോയി എന്ന് മാത്രം. അപ്പോൾ ഓവറോൾ ടർബോ എന്ന് പറയുന്നത് ഒരു വൺ ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയാണ്, ഒരു ടെംപ്ലേറ്റ് സിനിമയാണ്. ഓക്കെ, ലൈക്ക് ഇതിലൊരു പുതുമയുള്ളൊരു കഥ അല്ലെങ്കിൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള സെറ്റപ്പുകളോ പരിപാടികളോ ഒന്നുമല്ല. നമുക്കിത് പോയി കണ്ടിങ്ങനെ എൻജോയ് ചെയ്യാം. മമ്മൂക്കയുടെ പരിപാടികളൊക്കെ കണ്ട് നമുക്കിങ്ങനെ ആസ്വദിച്ചിട്ട് ഇരിക്കാം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ അത് ഞാൻ പറഞ്ഞ സ്പോയിലറല്ല, ലൈക്ക് സിനിമയുടെ അവസാനം ഒരു ചങ്ങായി വരും. വോയിസാണ് ഉണ്ടാവുക, ആൾ വരില്ല. ആ ഒരു വോയിസ് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഹേയ് എന്നുള്ളൊരു സാധനം തോന്നും. ഇനി ഇതിനൊരു പുതിയ അടുത്തൊരു ഭാഗം ഉണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ടുള്ള ടോക്കുകളൊന്നും ഇതുവരെ നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവുകയാണെങ്കിൽ അടിപൊളിയാകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയാണ്, ഒരു ടെംപ്ലേറ്റ്, ഒരു കൊമേഴ്ഷ്യൽ ഒരു സിനിമയാണ്. പക്ഷെ വേറൊരു രീതിയിൽ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങൾക്കൊക്കെ കുറച്ചും കൂടിയും ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഡെപ്ത് ആക്ച്വലി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാമായിരുന്നു. അങ്ങനെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും കൂടി കുറച്ചും കൂടി ഡെപ്ത് ഉണ്ടെങ്കിൽ പ്രേക്ഷകന് കുറേയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇന്നാവാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും, കുറേയും കൂടി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തോന്നി. അപ്പോൾ അങ്ങനൊരു ഭയങ്കരമായൊരു ഡെപ്ത് ഒന്നും കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ ഒന്നും തോന്നിയിട്ടില്ല. അത് ഈ സിനിമയുടെ ആസ്വാദനത്തിനെ കംപ്ലീറ്റ്ലി ബാധിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ബാധിക്കാൻ മാത്രമുള്ള പരിപാടികളൊന്നുമില്ല, എനിക്കങ്ങനെ ബാധിച്ചിട്ടില്ല. നമുക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാനുള്ള പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട്. മമ്മൂക്കയുടെ പരിപാടികളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാം. ഒരു ടർബോ കൊള്ളാവുന്നൊരു ഒരു നല്ല സിനിമ, ആ രീതിയിൽ പറയാൻ വേണ്ടി പറ്റുന്നൊരു സിനിമ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥയ്ക്കും കഥാപാത്രത്തിനും ഒക്കെ കുറച്ചും കൂടി ഡെപ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് വേറെ ഭീകര ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു എന്ന് തോന്നി. മിഥുൻ മാനുവൽ, വാട്ട് ഹാപ്പൻ ടു യു? നിങ്ങളുടെ എഴുത്തിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത്തവണ നിങ്ങൾ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിയെന്നല്ല പറയുന്നത്, പക്ഷേ മമ്മൂക്കയെ പോലൊരു ആളെ കൈ കിട്ടി, വൈശാഖനെ പോലൊരു സംവിധായകൻ, നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഇരുത്തി കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വേറെ റേഞ്ചിലേക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നൊരു പരിപാടി തന്നെയായിരുന്നു. രാജ് ഷെട്ടിയുടെ ക്യാരക്ടറൊക്കെ വെറുതെ കൊണ്ടുവന്നതല്ല, അയാൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുമുണ്ട്. ആൾക്ക് പെർഫോം ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. ലൈക്ക് പുള്ളി പെർഫോം ചെയ്ത് വെച്ചതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ആ കഥാപാത്രത്തിന് ഭയങ്കര ഡെപ്ത് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അയാളോട് നമുക്ക് ഭയങ്കരമായൊരു ദേഷ്യം തോന്നിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അയാളോട് ദേഷ്യമൊന്നും ഓണസ്റ്റ്ലി എനിക്ക് വലിയ ദേഷ്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാര്യം എന്താണ്, ഞാൻ മുമ്പും പറയാറുണ്ട്, നമുക്ക് ഹീറോയിനോട് ഭയങ്കരമായ മമ്മൂട്ടി നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ആ കഥാപാത്രം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി ചെയ്തൊക്കെ നല്ല രസവും പരിപാടികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ വില്ലൻ്റെ കേസിൽ ഞാൻ പറയാറുണ്ട്,
വില്ലനെ വെറുതെ കൊണ്ടുവരിക എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി ആ വില്ലനൊരു ഡെപ്ത് ഉണ്ടാവണം. ആ വില്ലനോട് നമുക്കൊരു ദേഷ്യമൊക്കെ ആക്ച്വലി തോന്നണം. ആ വില്ലൻ അടി കിട്ടുന്ന സമയത്ത് നമുക്ക് സന്തോഷമൊക്കെ തോന്നണം. അപ്പോൾ അത് ഡെപ്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് അങ്ങനെ തോന്നുക. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അത് അയാളുടെ തെറ്റല്ല കേട്ടോ, അത് അയാളുടെ തെറ്റല്ല. രാജ് ഷെട്ടിയൊക്കെ 100% ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. മൂപ്പരുടെ ഭയങ്കര സ്വാഗും പുള്ളി ആ ഒരു ഫിസിക്ക് വെച്ചിട്ട് മൂപ്പര് വേറെ റേഞ്ചിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പെർഫോമൻസ് വാസ് ഗ്രേറ്റ്. പക്ഷേ അങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് ആ കഥാപാത്രത്തിനൊരു ഒരു ഡെപ്തും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ഒരു വാവ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു പരിപാടി തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത് കുറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടി ആക്കാമായിരുന്നു എന്ന്. പിന്നെ മമ്മൂക്കയുടെ പരിപാടിയാണെന്നുണ്ടെങ്കിൽ മൂപ്പര് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറാണ്. മൂപ്പര് 100% ഇതിലേക്ക് അർപ്പിച്ചിട്ടാണ് ആക്ച്വലി ഇരിക്കുന്നത്. സോ അങ്ങനെ ഒരു ആക്ടറെ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കഥയുടെ കാര്യത്തിൽ ഒരു സീരിയസ്നെസ് കൊടുക്കാമായിരുന്നു, എഴുത്തിൻ്റെ കാര്യത്തിൽ സീരിയസ്നെസ് കൊടുക്കാമായിരുന്നു, കഥാപാത്രത്തിൻ്റെ കാര്യത്തിലെല്ലാം സീരിയസ്നെസ് കൊടുത്ത് കുറച്ചും കൂടി ഒന്ന് ലെവലാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ സുനിലിനെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിക്ക് കൊടുത്ത ക്യാരക്ടർ പുള്ളി നന്നായിട്ട് ചെയ്തു, രസമുണ്ടായിരുന്നു പുള്ളിയുടെ ക്യാരക്ടറൊക്കെ. പക്ഷേ പുള്ളിനെ എന്തിനാണ് കൊണ്ടുവന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാര്യം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ട് എന്ന് പറയാനൊരു സ്പെഷ്യാലിറ്റി ഒന്നും ഇതിൻ്റെ അകത്ത് ആക്ച്വലി അങ്ങനെ അതിന് മാത്രമുള്ള വലിയ ക്യാരക്ടറൊന്നുമല്ല പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു സാധാ ക്യാരക്ടറാണ്, അത് പുള്ളി രസകരമായിട്ട് ചെയ്തു. എന്താ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്താണ് ഓട്ടോ ബാലെ എന്താണ് അങ്ങനെ എന്താണ് പേരെന്ന് ഓർമ്മയില്ല. അങ്ങനെ എന്തൊരു ക്യാരക്ടറാണ് അത്. പുള്ളി കൊടുത്ത പരിപാടി നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. മൂപ്പര് എക്സ്പ്രഷൻ പരിപാടി നല്ല രസമായിരുന്നു ഇതിൻ്റെ അകത്ത്. ബട്ട് ആ കഥാപാത്രത്തിനൊന്നും വലിയ ഡെപ്തോ പരിപാടികളൊന്നുമില്ല. പിന്നെ നമ്മുടെ ബിന്ദു പണിക്കർ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ അവർക്ക് കൊടുത്ത പരിപാടി അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് വാസ് അടിപൊളി. പിന്നെ അത് ആ ഒരു സാധനമില്ല, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പിന്നെ വേറെന്താണ് ഇത്രയൊക്കെ ഉള്ളൂ. ടർബോ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുടുംബമൊക്കെ ആയിട്ട് പോയി കാണും. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. നിങ്ങൾ ഭയങ്കര ലോജിക്ക് അല്ലെങ്കിൽ ഭയങ്കര പുതുമയുള്ള കഥ അല്ലെങ്കിൽ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഭയങ്കര ഡിഫറെൻ്റ് അപ്രോച്ചുള്ള പടം അങ്ങനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോകരുത്. അതൊന്നും അല്ല. അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളൊരു കൂളായിട്ട് ഇത് പോവുക, ജസ്റ്റ് കാണുക. ഒരു മമ്മൂട്ടിയുടെ സിനിമ, അടിയുണ്ട്, കുറച്ച് തമാശകളും പരിപാടികളൊക്കെ ഒരു സൈഡിൽ കൂടെ ഉണ്ട്. ഇതൊക്കെയാണ്, ദാറ്റ്സ് ഇറ്റ്, ഇത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ടെംപ്ലേറ്റ് സിനിമ. ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പല സിനിമകളുടെ ഒരു പാറ്റേൺ നമുക്കറിയാലോ. അങ്ങനെ ഒരു സംഭവം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നു. ഇതിൽ മമ്മൂട്ടി ചെയ്തു, വൈശാഖ് സംവിധാനം ചെയ്തു, പുറത്തുനിന്ന് രാജ് ഷെട്ടിനെയൊക്കെ കൊണ്ടുവന്നു ഒരു സിനിമ കണ്ടിരിക്കാം. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.